ഇക്കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ ചിന്തിച്ചു പോരുന്നതായ വിഷയം കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ. കർത്താവായ യേശു ക്രിസ്തു ആര് എന്നുള്ള വിഷയം, അതേ തുടർന്ന് കർത്താവായ യേശു ക്രിസ്തുവും യേശു ക്രിസ്തുവിൻ്റെ പിതാവും അത് രണ്ടും ഒരാൾ തന്നെയാണോ എന്നുള്ള ചിന്ത നമ്മൾ എടുത്തു. അതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. യേശുക്രിസ്തുവും പിതാവും ഒരാൾ തന്നെയോ എന്ന ചോദ്യവുമായി നമ്മൾ ആ വിഷയത്തിൻ്റെ ഒന്നാം ഭാഗം കവർ ചെയ്തു. അതേ തുടർന്ന് തന്നെ വരുന്നതാണ് യേശുക്രിസ്തുവും പിതാവും രണ്ടും ഒരാൾ തന്നെ അല്ല എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. ഇന്ന് വീണ്ടും അതിനെ തുടർന്ന് തന്നെ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിൻ്റെ പിതാവും അവർ രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ് എന്നുള്ള വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഈ വിഷയങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് തുടർമാനമായി വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ എന്തു പഠിപ്പിക്കുന്നുവോ അതിൽ ഉറച്ചു നിൽക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആയതിനായിട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം വായിക്കാം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഇതാണ് ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ യേശുക്രിസ്തു പറയുന്ന ഭാഗം ഒന്നുകൂടി ശ്രദ്ധയോടെ നമുക്ക് പരിശോധിക്കാം. യേശുക്രിസ്തു എന്താണ് പറയുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കുന്നു. എന്നിട്ട് അപ്പം എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കുന്നു. ഇവിടെ അടുത്തൊരാളെ കുറിച്ച് പറയുകയാണ്. എന്താണ് പറയുന്നത്? എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. തുടർന്ന് ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. രണ്ടു പേരെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ട് വ്യത്യസ്ത വ്യക്തികളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്ന് പറഞ്ഞിട്ട് തുടർന്ന് യേശുക്രിസ്തു പറയുന്നത് എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. അപ്പൊ അവിടെ യേശുക്രിസ്തുവിന്റെ പിതാവിനെ കുറിച്ച് എടുത്തു പറയുന്നു. എന്നിട്ട് അപ്പൊ ഇവിടെ രണ്ടുപേരായി. ആരൊക്കെയാണ്? യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ പിതാവും. തുടർന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തു പറഞ്ഞ വചനം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ വചനം പ്രമാണിക്കുന്നവന്റെ അടുക്കലേക്ക് വരുന്ന രണ്ടുപേർ. ആരെല്ലാമാണത്? യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ പിതാവും എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത വ്യക്തികൾ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ആരോടുകൂടെ? യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങളെ കൈക്കൊണ്ട് അതനുസരിക്കുന്ന, അതിനെ പ്രമാണിക്കുന്ന ഏതൊരുവനോടും കൂടെ വസിക്കുവാനായി കർത്താവായ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ പിതാവും എന്നിങ്ങനെ രണ്ടുപേരും വരും എന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്. അവർ വന്നിട്ട് അവനോടുകൂടെ വാസം ചെയ്യും. വളരെ കൃത്യമായി യേശുക്രിസ്തു ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പൊ ഇങ്ങനെ വളരെ സുവ്യക്തമായ തെളിവോടുകൂടി യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ പിതാവും രണ്ടും ഒരാൾ തന്നെയല്ല എന്ന് വളരെ കൃത്യതയോടുകൂടി വിശുദ്ധ തിരുവെഴുത്തുകൾ ഉറപ്പിക്കുകയാണ്. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വ്യക്തമായ വാക്കുകളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഞങ്ങൾ രണ്ടുപേരാണ്. ഈ അധ്യായത്തിന്റെ തന്നെ 28-ാം വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും
ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. അപ്പൊ യേശു ക്രിസ്തുവിന് തന്റെ പിതാവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ അവിടേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അവിടെയും യേശു ക്രിസ്തു തന്റെ പിതാവെന്ന മറ്റൊരുവനെ കുറിച്ച് വളരെ സ്ഫുടതയോടുകൂടി എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നിട്ട് പറയുന്നത് എന്താണ്? തുടർന്ന് ഒരു വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് യേശു ക്രിസ്തു വെക്കുന്നുണ്ട്. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. കഴിഞ്ഞതിന്റെ മുമ്പലത്തെ ആഴ്ചയില് നമ്മൾ കുറിവാക്യമായി എടുത്ത വചനഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല എങ്കിൽ ഒന്നുകൂടി ഓർപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പലത്തെ ആഴ്ചയിൽ ചിന്തിച്ചത്. അവിടെ എന്താണ് നമ്മൾ വായിച്ചത്? അവിടെ യേശുക്രിസ്തു പറയുന്നത്, യേശുക്രിസ്തുവിന്റെ കൈകളിലേക്ക് ആടുകളെ ഏൽപ്പിച്ചിരിക്കുന്ന പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരെക്കാളും വലിയവനല്ലോ. ശ്രദ്ധിക്കണേ, അതിനോട് ചേർന്ന് വരുന്ന, അതിന് വ്യക്തത വരുത്തുന്ന വചനഭാഗമാണ് ഇന്ന് നമ്മൾ ഇപ്പൊ വായിച്ചത്. എന്നാൽ അവിടെ തുടർന്നൊരു കാര്യം കൂടി പറയുന്ന, ആ കഷണം മാത്രം എടുത്തുകൊണ്ട് സംസാരിക്കുന്നവരെ ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചയിൽ ചൂണ്ടിക്കാണിച്ചു. എന്താണത്? ഞാനും പിതാവും ഒന്നാകുന്നു. ഈ ഒരു കഷണം മാത്രം മുറിച്ചെടുത്തുകൊണ്ട് വരുന്നവരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പിതാവ് എല്ലാവരെക്കാളും വലിയവനാണെന്നും ആ പിതാവാണ് ആടുകളെ യേശുക്രിസ്തുവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതെന്നും പറഞ്ഞു വെച്ച യേശു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, ആ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടും ഒരാൾ തന്നെയാണോ എന്ന് ചോദിച്ചാൽ മറുപടി പറയുവാൻ കഴിയാതെ അവിടെ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരെ നാം ധാരാളം കണ്ടിട്ടുണ്ട്. അവരുടെ മുമ്പിലേക്ക് എടുത്തു വെച്ചു കൊടുക്കുവാനുള്ള വാക്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. യോഹന്നാൻ 14:28. എല്ലാവരിലും വലിയവനായ ഈ പിതാവിനെ കുറിച്ച് യേശുക്രിസ്തു പറയുന്നത് എന്താണ്? പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. ഇപ്പോൾ മനസ്സിലായോ? യേശുക്രിസ്തുവിനേക്കാളും വലിയവനാണ് പിതാവെന്ന്. എന്നേക്കാൾ വലിയവനാണ് എന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്. ആ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കും ആയിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനേക്കാളും വലിയവനായ പിതാവ്. അപ്പൊ അങ്ങനെ വളരെ കൃത്യതയോടുകൂടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുകയാണ്. യേശുക്രിസ്തുവിന്റെ പിതാവെന്ന മറ്റൊരുവനെ കുറിച്ച് നമ്മൾ ഇതൊക്കെ പറയുമ്പം ഈ വണ്ണസ്സുകാരെന്ന് പറയുന്ന, അല്ലെങ്കിൽ യേശുവിന്റെ നാമക്കാരെന്ന് അവകാശപ്പെടുന്ന ഒരു പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റി ഉണ്ട്. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവർ പറയും ഇത് യേശു മനുഷ്യത്വത്തിൽ പറഞ്ഞതാണ്. ഇങ്ങനെയാണ് അവർ പറയുന്നത്. ഇങ്ങനെ അവകാശപ്പെട്ട് അവരവരുടേതായ തന്ത്രം ചിലവാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇനി നമ്മൾ തുടർന്ന് ചിന്തിക്കുന്ന വചനഭാഗങ്ങൾ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ പറഞ്ഞതുകൂടാതെ അതിനുശേഷം യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ പറഞ്ഞത് വിശുദ്ധ വേദപുസ്തകത്തിൽ സുവ്യക്തമായ തെളിവോടുകൂടി കിടക്കുകയാണ്. യേശു ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യത്വത്തിൽ പറഞ്ഞതാണ് എന്ന് യാതൊരു വിധത്തിലും അടിസ്ഥാനമില്ലാതെ സ്വന്തം വചനം ഇറക്കുന്ന ഇത്തരം വണ്ണസ്സുകാരുടെ തലക്കടിച്ചുകൊണ്ട് യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ യേശുവിനെ അനുഗമിച്ച പൗലോസ്ലീഹ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ധാരാളം വചനങ്ങൾ ഈ വിഷയത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കാം. ഈ കർത്താവായ യേശു ക്രിസ്തു
ഇപ്പോൾ എവിടേക്കാണ് പോയിരിക്കുന്നത്, എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി കളഞ്ഞു, ക്രൂശിനെ സഹിച്ചു. എവിടെ ഇരുന്നെന്നാണ് വായിക്കുന്നത്? ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. മനസ്സിലായോ? ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്താണ് അവൻ ഇരുന്നത് എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇനി നമ്മൾ വീണ്ടും വായിച്ചു കഴിഞ്ഞാൽ അടുത്ത വാക്യം വായിക്കാം. 1 പത്രോസ് 3:21-22 വാക്യങ്ങൾ വായിക്കാം. 1 പത്രോസ് 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ. 1 പത്രോസ് 3:21-22 വായിച്ചു. സ്നാനമായപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ട് അപേക്ഷിക്കായിട്ടുള്ളതത്രേ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി എവിടെ ഇരിക്കുന്നു? ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. യേശുക്രിസ്തു എവിടേക്ക് പോയെന്നാ വായിക്കുന്നത്? അവൻ സ്വർഗത്തിലേക്ക് പോയി, എന്നിട്ട് ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. അതുപോലെ തന്നെ ഇവിടെ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവനായ യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. എവിടെയാണ്? സ്വർഗത്തിൽ. മറന്നു പോകരുത്. ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു തന്റെ മനുഷ്യത്വത്തിൽ പറഞ്ഞതാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന, സ്വന്തം വചനമിറക്കി ചതിവ് നടത്തുവാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തലക്കിട്ട് അടിച്ചുകൊണ്ടാണ് ഇവിടെ പത്രോസ്ലീഹ, ആരാണ്? കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒന്നാമൻ എന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്ന പത്രോസ്ലീഹ പറയുകയാണ്, അവൻ സ്വർഗത്തേക്ക് കയറി ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. അടുത്തത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 55-56 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 55-56 വാക്യങ്ങൾ വായിക്കാം. അതിന്റെ മുമ്പിൽ വായിച്ചു. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗ്ഗത്തിലേക്ക്. ഇവിടെ സ്തേഫാനോസിന്റെ കാര്യമാണ് പറയുന്നത്. സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എവിടേക്ക് നോക്കിയെന്നാണ്? സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ആരുടെ വലതുഭാഗത്താണ്? ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. സ്വർഗത്തിലെ കാര്യമാ പറയുന്നത്, മറന്നു പോകരുത്. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ സ്തേഫാനോസ് സ്വർഗത്തിലെ കാഴ്ച കാണുകയാണ്. അവിടെ ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കാണുന്നു. അപ്പോൾ ഭൂമിയിൽ മനുഷ്യത്വത്തിൽ പറഞ്ഞതാണ് എന്ന് അവകാശവാദം നടത്തുന്ന സകലരുടെയും വാദം വിശുദ്ധ തിരുവെഴുത്തുകൾക്ക് എതിരാണ് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എബ്രായ ലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കാം. എബ്രായ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്ത്
വാഴുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിനെ ശുശ്രൂഷകനായ മഹാപുരോഹിതൻ. മനസ്സിലാക്കണേ, ഇവിടെ എന്താണ് വായിക്കുന്നത്? നമ്മൾ വായിച്ചത് മഹിമാസനത്തിന്റെ വലതുഭാഗത്ത്, സ്വർഗത്തിലെ കാര്യമാണ്. മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്ന യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 31-ാം വാക്യം, 30-31 വാക്യം വായിക്കാം. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ആരാണ്? പിതാക്കന്മാരുടെ ദൈവം യേശുവിനെ ഉയർത്തി. ഏത് യേശുവിനെ? യഹൂദന്മാർ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ പിതാക്കന്മാരുടെ ദൈവം ഉയർത്തി എന്ന് മാത്രമല്ല, തന്റെ വലം കയ്യാൽ ഉയർത്തുകയും ഇസ്രായേലിന് പാപമോചനവും മാനസാന്തരവും നൽകുവാൻ ദൈവം യേശുവിനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ഇതിന് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു. പരിശുദ്ധാത്മാവിനെ കൂടി തങ്ങളോടൊപ്പം ചേർത്ത് സാക്ഷിയായി നിർത്തിക്കൊണ്ട് അപ്പോസ്തലന്മാർ ഉറച്ച സ്വരത്തോടുകൂടി പറയുന്നു, യേശുവിനെ ഉയർപ്പിച്ചവൻ, യേശുവിനെ പ്രഭുവായും രക്ഷിതാവായും ഉയർത്തിയവനാണ് ദൈവമെന്ന്, അത് പിതാക്കന്മാരുടെ ദൈവമാണെന്ന് യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ. ഇതെപ്പോഴാ പറയുന്നത്? യേശു ക്രിസ്തു ഈ ഭൂമിയിലെ ശുശ്രൂഷയൊക്കെ തികച്ച ശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണവും ചെയ്തതിനു ശേഷം യഹൂദന്മാരോട് പറയുന്ന കാര്യമാണ് എന്ന് മറന്നു പോകരുത്. ഈ ഭൂമിയിൽ മനുഷ്യനായി നിൽക്കുമ്പോൾ യേശു മനുഷ്യത്വത്തിൽ പറഞ്ഞതാണ് എന്ന അവകാശവാദം നടത്തുന്ന പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ശേഷം അവൻ ഉപവിഷ്ടനായത് മഹിമയുടെ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത്, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി എന്നാണ് നമുക്ക് കാണുന്നത്. ഇതെല്ലാം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് വരാം. അതിന്റെ 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 12-ാം വാക്യം. കൂട്ടത്തിൽ 110-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം കൂടി ചേർത്ത് പഠിക്കുന്നത് നന്നായിരിക്കും. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എവിടെ ഇരുന്നുകൊണ്ട്? ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. എവിടെ ഇരുന്നു കൊണ്ട്? ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം അവൻ കാത്തിരിക്കുകയാണ് ചെയ്തത്. എപ്പോഴാണ്? ഒന്നുകൂടി വായിച്ചോ വാക്യം, ഒന്ന് ഓർത്തിരുന്നോട്ടെ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും മറന്നു പോകരുത്, എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഇപ്പോൾ യേശു എവിടെ ഇരിക്കുകയാണ്? ദൈവത്തിന്റെ വലതുഭാഗത്ത് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. എന്നേക്കും അവിടെ കാത്തിരിക്കുക. ഇത് സങ്കീർത്തനങ്ങൾ 110-ന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് വായിച്ചോ. യഹോവ
എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്ക. സങ്കീർത്തനം 110:1 യഹോവയായ ദൈവം ദാവീദിന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത് ദാവീദ് പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തതാണെന്നുള്ളത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 44 കർത്താവായ യേശുക്രിസ്തു ആ ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് യഹൂദന്മാരുമായി സംവാദം നടത്തുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ പഴയ നിയമത്തിലെ യഹോവയായ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് പിശാചാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവഹേളനവും അപവാദവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു അതേ വചനഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് യേശുക്രിസ്തു അവിടെ പറയുകയാണ് മശിഹയെ കുറിച്ച്, അഥവാ ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ആ ക്രിസ്തു യേശു ക്രിസ്തുവാണെന്നുള്ളത് നമ്മളിവിടെ വായിച്ച എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നിന്ന് വ്യക്തമാകുകയാണ് ചെയ്യുന്നത്. അവൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത്, അവിടെ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിക്കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനം 110 പറഞ്ഞിരിക്കുന്ന അതേ സംഗതി നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്ക് വായിക്കാം അടുത്ത വാക്യം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. നമ്മളിത് 20-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ 17-ാം വാക്യം മുതൽ വായിച്ചിട്ട് വായിക്കാം. നിങ്ങളെ ഓർത്തുകൊണ്ട്, ഇത് പൗലോസ്ലീഹ പറയുന്നതാണ്. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. മറന്നു പോകരുത്, നമ്മൾ ഇവിടെ അല്പം മുമ്പ് വരെ വായിച്ച വാക്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തെന്നും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തെന്നും ദൈവത്തിന്റെ വലതുഭാഗത്തെന്നും ഒക്കെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്ഥലം, ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനം എവിടെയാണെന്ന് വായിച്ചു വന്നതാണ് എന്ന് മറന്നു പോകരുത്. അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്ന ദൈവം ആരാണ്, ഏതു ദൈവമാണ്? ഇവിടെ വായിച്ച വാക്യം എഫെസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. അപ്പൊ ഈ പറഞ്ഞ ദൈവം ആരാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവനാണ്. ഇവനെ കുറിച്ചാണ് നമ്മളിങ്ങനെ താഴോട്ട് വരുമ്പോൾ 20-ാം വാക്യത്തിൽ വായിക്കുന്നത്. അങ്ങനെ അവൻ 20-ാം വാക്യം, ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അതിന്റെ മേലെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴ് ആക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി വെക്കുകയും ചെയ്തു. ആരാണ് ഇതൊക്കെ ചെയ്തത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവനാണ് ഇതൊക്കെയും ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അവനെ തന്റെ വലതുഭാഗത്തിരുത്തി എന്നാണ് നമ്മൾ വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുന്നത്. മറന്നു പോകരുത്, യേശുവിനെ ഉയിർപ്പിച്ചവനാണ് ദൈവം. അത് യേശുക്രിസ്തുവിന്റെ പിതാവാണ്. അവനാണ് യേശുവിനോട് പറയുന്നത്, നിന്റെ ശത്രുക്കളെ നിന്റെ കാൽ കീഴാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്ക എന്ന് പറഞ്ഞ സങ്കീർത്തനം 110:1 നമ്മൾ കാണുന്നത് അതേ സംഗതിയാണ് നമ്മളിവിടെ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിച്ചത്. ഇതൊക്കെ ചേർത്ത് പഠിച്ച് നമ്മൾ വളരെ സ്ഥിരതയുള്ളവരായി മാറേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ തൻ്റെ വലതുഭാഗത്ത് അവനെ ഇരുത്തി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് അപ്പോൾ സ്വർഗത്തിൽ ആണെങ്കിലും യേശുവിൻ്റെ സ്ഥാനം എവിടെയാണ്?
അത് പിതാവിന്റെ വലതുഭാഗത്താണ് എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് ഒരു വാക്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ. അപ്പോൾ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നവനായ ഈ പുത്രനെ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിതാവിനോടുകൂടെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം ലഭിച്ചവനായ ഈ പുത്രൻ പറയുകയാണ്, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. എങ്ങനെയാണ്? ഞാൻ ജയിച്ചു വന്നപ്പോൾ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ. അപ്പോൾ ഇങ്ങനെ വളരെ ക്ലിയറായി വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ പിതാവും ഒരാൾ തന്നെയല്ല എന്നും, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായതാണെന്നും അവിടെ ദൈവമാണ് അവനെ ഇരുത്തിയതെന്നും ഒക്കെ വിശുദ്ധ വേദപുസ്തകം നമ്മെ ക്ലിയറായി പഠിപ്പിക്കുകയാണ്. ഇവിടെയെല്ലാം ദൈവമെന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവിനെ കുറിച്ചാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇത് രണ്ടും തികച്ചും വ്യത്യസ്തരായ രണ്ട് വ്യക്തികളാണ് എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. ബൈബിളിൽ ദൈവമെന്ന് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ചല്ല, വേറെ ആരെയും കുറിച്ചല്ല, യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവിനെ കുറിച്ചാണ്. യേശുക്രിസ്തുവിന്റെ പിതാവിനെ കുറിച്ചാണ്. ഈ യേശുക്രിസ്തുവിന്റെ പിതാവും ദൈവവുമായവൻ ആരാണോ അവൻ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ അനുയായികളുടെ അഥവാ ക്രിസ്ത്യാനികളുടെ, യേശുവിന്റെ ശിഷ്യന്മാരുടെ ദൈവമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു തന്ന വചനം എൻ്റെ പ്രിയ സ്നേഹിതർക്ക്, എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. എന്നാലും ഇത് കേൾക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആ വാക്യം നമുക്കൊന്നുകൂടി വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 17-ാം വാക്യം. യേശു അവളോട്, ഞാൻ ഈ വാക്യം വായിക്കുന്നതിന് മുമ്പ് അതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞോട്ടെ. ഇത് നമ്മൾ വായിക്കുന്ന വാക്യത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, യേശു ഉയിർത്തെഴുന്നേറ്റ ശേഷം മഗ്ദലക്കാരത്തി മറിയ യേശുവിനെ കണ്ട് യേശു ക്രിസ്തുവാണതെന്ന് തിരിച്ചറിഞ്ഞ ശേഷം യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ യേശു അവളോട് പറയുന്നതാണ് ആ പറഞ്ഞു. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട് പറയേണ്ടത് എന്താണ്? എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവവും യേശുക്രിസ്തുവിന്റെ പിതാവുമായവൻ ആരാണോ അവൻ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ അനുയായികളെയും ദൈവവും പിതാവുമായവനെന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വളരെ സുവ്യക്തമായി പറഞ്ഞിരിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്. വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന ദൈവം മൂവരല്ല, ഒരേ ഒരുവൻ മാത്രമാണ്. ഈ അടിസ്ഥാന തത്വം വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് മറന്നു പോകരുത്. ദൈവമോ ഒരുത്തൻ മാത്രം. ആ ദൈവം ആരാണെന്നാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ ആധാരമാക്കി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യേശുക്രിസ്തുവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അനേകരെ വഞ്ചിച്ചുകൊണ്ട് വ്യാജന്മാർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സത്യം നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്.
ആയതിനായിട്ട് ഒരു 3 വാക്യങ്ങൾ കൂടി ഈ ഭാഗത്ത് ചേർത്ത് ഞാൻ പറഞ്ഞു വന്ന് മുന്നോട്ട് പോവുകയാണ്. ഒന്നാമത്തെ വാക്യം റോമാലേഖനം 3-ാം അധ്യായം 30-ാം വാക്യം. റോമർ 3:30. ദൈവം ഏകനല്ലോ, ഏകമല്ലോ എന്നല്ല, ഏകനല്ലോ, ഒരേ ഒരുവനെ മാത്രം സൂചിപ്പിക്കുന്ന പദമാണ് ഏകൻ, സിംഗിൾ പേഴ്സൺ. ദൈവം ഏകനല്ലോ. മതി. ഇനി ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല. ദൈവമോ ഒരുത്തൻ മാത്രം. അപ്പോൾ ദൈവം ഒരുവനേയുള്ളൂ. മനസ്സിലായോ? ദൈവമോ ഒരുത്തൻ മാത്രം. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ദൈവം ഒരുവനല്ലോ, സിംഗിൾ പേഴ്സൺ. ദൈവം ഒരുവനല്ലോ. തുടർന്ന് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ, മീഡിയേറ്റർ, ഒരുവൻ. അടുത്തത് എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ, ദ മാൻ ക്രൈസ്റ്റ് ജീസസ്. ഇത് ആരെപ്പ പറയുന്നതാണ്? ഇത് പൗലോസ്ലീഹയാണ് പറയുന്നത് തിമോത്തിയോസിനോട്. ഇത് യേശു ഭൂമിയിലുള്ളപ്പോഴല്ല, യേശു സ്വർഗാരോഹണം ചെയ്ത് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോഴാണ് പൗലോസ്ലീഹ ഇത് പറയുന്നത്. ദൈവം ഒരുവൻ, സിംഗിൾ പേഴ്സൺ, നോ 3 പേഴ്സൺസ്. അത് യേശു ക്രിസ്തു അല്ല. അതാരാണ്? യേശു ക്രിസ്തു ആർക്കും മനുഷ്യർക്കും ഇടയിലാണോ മധ്യസ്ഥനായിരിക്കുന്നത്, അവിടുത്തെ കാര്യമാണ് പറയുന്നത്. ദൈവം ഒരുവൻ, ആ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മീഡിയേറ്റർ, മധ്യസ്ഥനായിരിക്കുന്ന യേശു ക്രിസ്തു. അപ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു സത്യദൈവമായ പിതാവെന്ന ഒരേ ഒരുവനെ കുറിച്ച് മാത്രമാണ്. അവൻ യേശു ക്രിസ്തുവിന്റെയും ദൈവമാണ്, യേശു ക്രിസ്തുവിന്റെ പിതാവാണ്. ആ ഒരുവനെ കുറിച്ച് മാത്രമാണ് ബൈബിൾ സത്യദൈവമെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ മറന്നു പോകരുത്. അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം മേൽപ്പണി നടക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവെന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ ഒരടിസ്ഥാനവുമില്ല. അതിൻ്റെ മേലാണ് ഇതൊക്കെയും പണിയേണ്ടിയിരിക്കേണ്ടത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതായ വചനങ്ങളുടെ മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണമുള്ളവരായി നാം അതിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ, അതാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ വളരെ സുവ്യക്തമായ തെളിവോടെ പഠിപ്പിക്കുന്നത്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. കുറേ വചനങ്ങളുണ്ട്, അത് ഓടിച്ചു പോവുകയാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ. മതി, വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നമുക്ക് വായിക്കാം അതിന്റെ 17-ാം വാക്യം. അല്പം മുമ്പേ വായിച്ചതാണ്. എഫേസ്യർ 1:17 വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. മതി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ എന്ന് നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 1:3. 2 കൊരിന്ത്യർ 1:3. മനസ്സറിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവാണ് ദൈവം. ഇനി നമുക്ക് വായിക്കാം 1 പത്രോസ് 1:3.
കർത്താവായ യേശുക്രിസ്തുവിന്റെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹ മാത്രമല്ല, പത്രോസ്ലീഹയും യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരും ഇവരൊക്കെ ഒരേ സ്വരത്തിൽ പഠിപ്പിക്കുന്ന ദൈവം അത് യേശുക്രിസ്തുവല്ല, അത് യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണ്. ഒരു വാക്യഭാഗം കൂടി നമുക്ക് ഒന്നുകൂടെ ഇതിനെ ഉറപ്പിച്ചുകൊണ്ട് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 24 മുതൽ 30 വരെയുള്ള വാക്യഭാഗങ്ങൾ. എല്ലാവരും ഈ വചനഭാഗം ഒന്ന് നോട്ട് ചെയ്തോണേ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന്റെ 24 മുതൽ 30 വരെയുള്ള വാക്യഭാഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും ഒരേ സ്വരത്തിൽ ദൈവത്തോട് പറഞ്ഞതായ വചനഭാഗമാണിത്. വായിക്കേ. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ആരോട് നിലവിളിച്ചു? ദൈവത്തോട് നിലവിളിച്ചു. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാരും ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചുകൂടിയിരിക്കുന്നു. എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. ഇനിയുള്ളത് മറന്നു പോകല്ലേ. ഇവിടെ ഇത്രയും നേരം ഇവര് പറഞ്ഞത് ആരെയോടാണ്? ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തോടാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി. മതി. യേശു ആരാണ്? സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം അഭിഷേകം ചെയ്ത പരിശുദ്ധദാസനാണെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ ഉറപ്പോടുകൂടി നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഈ യേശു ആരാണ്? യേശുവാണോ സൃഷ്ടാവ്? യേശു അല്ല സൃഷ്ടാവ്. യേശു ക്രിസ്തുവാണ് സകലത്തിനെയും സൃഷ്ടാവെന്ന വ്യാജം പ്രചരിപ്പിക്കുന്ന ആളുകളെ നിങ്ങൾ കുറിക്കൊണ്ടോണം. ഇവിടെ വളരെ കൃത്യമായി 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം അഭിഷേകം ചെയ്ത ആ ദൈവത്തിന്റെ പരിശുദ്ധ ദാസനാണ്. ഈ ദാസൻ എന്ന പദം മാറ്റിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ അനോയിന്റഡ് ഹോളി ചൈൽഡ് എന്നാക്കിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചൈൽഡ് എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, കുട്ടി. അതേ പദം തന്നെ ഈ ദാവീദിനും ആ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ സത്യവേദ പുസ്തകത്തിലും POC ബൈബിളിലും ഒക്കെ യേശുവിനെ സകലത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ അഭിഷിക്തനായ പരിശുദ്ധ ദാസൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മറന്നു പോകണ്ട. അതിനെ നിങ്ങൾ സെർവന്റ് എന്നാക്കിയാലും എനിക്ക് കുഴപ്പമില്ല. ചില ഇംഗ്ലീഷ് പരിഭാഷകളിൽ സെർവന്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ചില ഇംഗ്ലീഷ് പരിഭാഷകളിൽ ഹോളി ചൈൽഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 2 പദങ്ങൾ ഉപയോഗിക്കുന്നതിനകത്ത് എനിക്ക് ഒരു തർക്കവുമില്ല. ഓക്കെ. അവിടെ എന്തായാലും ഈ സകലത്തിന്റെ സൃഷ്ടാവ് യേശുക്രിസ്തു അല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തവനായ ദൈവമാണ് സകലത്തിന്റെ സൃഷ്ടാവെന്ന് 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന വചനഭാഗമാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കർത്താവായ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ പിതാവും ഒരുവൻ തന്നെയല്ല, മറിച്ച് അവർ തികച്ചും വ്യത്യസ്തരായ വ്യക്തികളാണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ. ആകയാൽ പ്രിയരെ, നാം നമ്മുടെ ഈ ചുവടുകളെ ഉറപ്പുള്ള വചനങ്ങളുടെ ആധാരത്തിൽ ചുവടുകളെ സ്ഥിരമായി വയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ യാത്ര നിത്യജീവനിലേക്കാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്നതാണ്. ആയതിനായി നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവെന്ന ഒരേ ഒരുവൻ മാത്രമാണ് സകലത്തിന്റെ സൃഷ്ടാവായ സത്യ ഏക ദൈവമെന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിൽ നിൽക്കേണ്ടത് നമ്മുടെ നിത്യജീവൻ വളരെ ആവശ്യമാണ്.
അതാണ് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ കൂടി നമ്മെ ഓർപ്പിക്കുന്നത്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശു ക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേ ഒരു സത്യദൈവമായ പിതാവ്. അവനിൽ വിശ്വസിക്കേണ്ടതിനായിട്ട് നമ്മെ കർത്താവായ യേശു ക്രിസ്തു ഉദ്ബോധിപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ വചനം കേട്ട് യേശു ക്രിസ്തുവിനെ അയച്ചവനായ പിതാവിൽ വിശ്വസിക്കുക. അവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആകയാൽ പ്രിയരെ, നമ്മുടെ ഹൃദയങ്ങളെ തിരുവെഴുത്തുകളോട് ചേർത്ത് നമുക്ക് നിർത്താം. നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധ തിരുവെഴുത്തുകളോട് ചേർത്ത് നമുക്ക് നിർത്താം. നമ്മുടെ ചുവടുകൾ വിശുദ്ധ തിരുവെഴുത്തുകളിൽ ഉറച്ചതായിരിക്കട്ടെ. അതിനനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. നമ്മുടെ നിത്യജീവന്റെ പ്രത്യാശയെ കൈവിടാതെ നാം ആയതിനായി ഒരുക്കമുള്ളവരായി, സമർപ്പണമുള്ളവരായി, ജയാളികളായി ജീവിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നമ്മൾ ഏകാഗ്ര ഹൃദയത്തോടെ, സമർപ്പണത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നാം എല്ലാവരും സമർപ്പണത്തോടെയും പ്രാർത്ഥനയോടെയും ആയിരിക്കുമ്പോൾ പ്രിയ തോമസ് കുട്ടിച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. സ്തോത്രം.